ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കാട നിറച്ചത്, സ്റ്റഫ് ചെയ്ത കാട ഫ്രൈ. ഇതിലേക്കുള്ള ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. കാട നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തത് 6 എണ്ണം. കാടമുട്ട പുഴുങ്ങി ചെറുതായിട്ട് കട്ട് ചെയ്തത് 12 എണ്ണം. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ, സവോള ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തത് 1 വലുത്, പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത് 1 എണ്ണം, ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 തണ്ട്, മല്ലിയില വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, സ്പ്രിംഗ് ഒണിയൻസ് വട്ടത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തത് 1 തണ്ട്, പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചെടുത്തത് 3 മീഡിയം സൈസിലുള്ളത്, ടൂത്ത് പിക്ക് 6 എണ്ണം, വെളിച്ചെണ്ണ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളത്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് കാട മാരിനേറ്റ് ചെയ്യണം. ഇതിനു വേണ്ടി ഒരു ബൗളിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, എടുത്തു വച്ചിരിക്കുന്ന കുരുമുളക് പൊടിയിൽ നിന്നും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാലയിൽ നിന്നും 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എടുത്തു വച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ കാട മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഈ മസാല നമ്മൾ ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന കാടയിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കാട ഇതുപോലെ വരഞ്ഞതുകൊണ്ട് മസാല ഉള്ളിലോട്ട് നന്നായിട്ട് പിടിക്കും. കാടയുടെ ഉള്ളിലും പുറത്തും ഇപ്പോൾ മസാല നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള കാടയും മാരിനേറ്റ് ചെയ്തെടുക്കുക. കാടയെല്ലാം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെ അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഈ സമയത്ത് നമുക്ക് കാട സ്റ്റഫ് ചെയ്യാനുള്ള സ്റ്റഫിംഗ് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഒരു സ്കില്ലറ്റിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് വഴറ്റുക. ഉള്ളി കുറേ വഴന്നു പോകണ്ട. ഉള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം ഇതിലോട്ട് ബാക്കിയുള്ള 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവയിട്ട് വഴറ്റുക. മസാല ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഫ്ലെയിമിനി നമുക്ക് ഓഫ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ പുഴുങ്ങി ഉടച്ചു വച്ചിരിക്കുന്ന പൊട്ടറ്റോ, പുഴുങ്ങി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാടമുട്ട,
ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില, സ്പ്രിംഗ് ഓണിയൻസ് എന്നിവ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ കാട ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റഫിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമ്മൾ മാരിനേറ്റ് ചെയ്തു വച്ചിരിക്കുന്ന കാടയുടെ ഉള്ളിലോട്ട് ഇതുപോലെ നന്നായിട്ട് താഴ്ത്തി ഫില്ല് ചെയ്യുക. ഓവറായിട്ട് ഫില്ല് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ഫ്രൈ ചെയ്യുമ്പോൾ സ്റ്റഫിംഗ് പുറത്തോട്ട് ചാടിപ്പോവുകയില്ല. ഇതുപോലെ ബാക്കിയുള്ള കാടയും സ്റ്റഫിംഗ് വെച്ച് ഫില്ല് ചെയ്തെടുക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന കാട ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനുവേണ്ടി ഒരു ഫ്രൈങ് പാനിലോട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇതിലോട്ട് നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന കാടയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പൊട്ടിത്തെറിക്കുന്നത് കാരണം നമുക്കിത് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റ് ഒരു വശം ഫ്രൈ ചെയ്യുന്നു. രണ്ട് വശവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. കാട ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് പേപ്പർ ടവലിട്ട ഒരു ഡിഷിലോട്ട് കോരി മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള കാടയും ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ അടിപൊളി കാട നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റഫ്ഡ് കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.